പ്രതീക്ഷ കൈവിടരുത്. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. കാരണം ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തനിയെ നിങ്ങൾക്ക് നന്ദി പറയും. ജീവിതം നിങ്ങളെ പലപ്പോഴും പരീക്ഷിക്കും. ഒരുപാട് സമയം നിങ്ങൾക്ക് തോന്നും, ഓ വയ്യ, ഇനി മതി, ഞാൻ നിർത്തട്ടെ. പക്ഷേ ഓർക്കൂ, ഇരുട്ടിൻ്റെ ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷം മാത്രമാണ് ഏറ്റവും പ്രകാശമുള്ള അതിമനോഹരമായ പുലരി വരുന്നത്. പ്രതീക്ഷ ഒരു വാക്ക് മാത്രമല്ല, അതൊരു ശക്തിയാണ്. എല്ലാം തകർന്നു പോകുന്ന പോലെ തോന്നുന്ന സമയത്ത് നമ്മെ മുന്നോട്ട് നയിക്കുന്ന ശക്തി. നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇതാണ്: ഇത് എൻ്റെ കഥയുടെ അവസാനമല്ല, എൻ്റെ യാത്ര ഇപ്പോഴും തുടരുന്നു. പ്രതീക്ഷ കൈവിടരുത് എന്നതിൻ്റെ അർത്ഥം എന്താണ്? താൽക്കാലിക പരാജയങ്ങൾ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ അനുവദിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവിതം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലായ്പ്പോഴും നടക്കില്ല. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ, തോൽവികൾ, പരാജയങ്ങൾ എന്നിവ നേരിടേണ്ടി വരും. അത് അഭിമുഖീകരിക്കാനും പരാജയങ്ങളിൽ നിന്ന് പൊരുതി നേടാനും നമുക്ക് പ്രതീക്ഷ വേണം. ഒരുപാട് പോസിറ്റീവ് തിങ്കിങ് വേണം. ആ ഒരു പാഠവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും നമ്മെ മാനിക്കും, വില കൽപ്പിക്കും. ഇല്ലെങ്കിൽ നാം അവരുടെ മുൻപിൽ അനഭിമതരാകും. പരീക്ഷയിൽ തോക്കാം, അവസരങ്ങൾ നഷ്ടപ്പെടാം, സാഹചര്യങ്ങൾ പ്രതികൂലമാകാം, സഹായത്തിന് ചിലപ്പോൾ ആരും ഉണ്ടാകില്ല, ആപത്തിൽപ്പെടാം, കഷ്ടനഷ്ടങ്ങൾ വന്നുപെടാം, മറ്റുള്ളവർ നിങ്ങളെ സംശയിക്കാം. പക്ഷേ പ്രതീക്ഷ നിങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കും, പ്രോത്സാഹനം നൽകും. ഒരു ദിവസം നിങ്ങൾ വിജയിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളെ ശക്തനാക്കിയതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കും. തെറ്റുകളിൽ നിന്ന് നേർവഴിയിലേക്ക്, ഭാവിയിലേക്ക് നമ്മെ കരുപ്പിടിപ്പിക്കും. ചരിത്രത്തിലേക്ക് നോക്കൂ. അബ്രഹാം ലിങ്കൺ എന്ന വ്യക്തി ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ, തിരഞ്ഞെടുപ്പിൽ തോൽവി, ബിസിനസ് നഷ്ടം. അദ്ദേഹം അന്ന് പ്രതീക്ഷ കൈവിട്ടിരുന്നെങ്കിൽ ഇന്ന് ലോകം അദ്ദേഹത്തെ ഓർക്കുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടില്ല, ഒപ്പം പരിശ്രമവും. അതാണ് അദ്ദേഹത്തെ ചരിത്രത്തിലേക്ക് ഉയർത്തിയത്. അതുപോലെ തോമസ് എഡിസൺ ആയിരക്കണക്കിന് പരാജയങ്ങൾക്ക് ശേഷം മാത്രമാണ് ലൈറ്റ് ബൾബ് കണ്ടെത്തിയത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, പ്രവർത്തിക്കാത്ത വഴികൾ കണ്ടെത്തിയതാണ്. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം APJ അബ്ദുൽ കലാം സാധാരണ കുടുംബത്തിൽ നിന്നുള്ളൊരു കുട്ടി. ബുദ്ധിമുട്ടുകൾ നേരിട്ടു, പക്ഷേ സ്വപ്നങ്ങൾ വിട്ടുകളഞ്ഞില്ല. പ്രതീക്ഷയും പരിശ്രമവും ചേർന്നപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാനായി, പിന്നെ രാഷ്ട്രപതിയായി. ഒരു വിദ്യാർത്ഥിയെ ചിന്തിക്കൂ. പരീക്ഷയിൽ തോറ്റു, നിരാശയായി. ആ സമയത്ത് അവന് 2 വഴികൾ: എനിക്ക് കഴിവില്ല എന്ന് വിശ്വസിച്ച് നിർത്തുക, പഠനം ഉപേക്ഷിച്ച് പോവുക. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ശ്രമിക്കും എന്ന് തീരുമാനിക്കുക. പ്രതീക്ഷ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥി തൻ്റെ പിഴവുകളിൽ നിന്ന് പഠിക്കും, കൂടുതൽ പരിശ്രമിക്കും, ഒരു ദിവസം വിജയിക്കും. അന്നവൻ ചിരിച്ച് പറയും, ഞാൻ അന്ന് പ്രതീക്ഷ കൈവിട്ടിട്ടില്ല, ഒപ്പം ആത്മാർത്ഥമായി പരിശ്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഒരു അധ്യാപകനെ ചിന്തിക്കൂ. അദ്ദേഹം വിദ്യാർത്ഥികളെ നയിക്കാൻ പരിശ്രമിക്കുന്നു, പക്ഷേ പലപ്പോഴും വിദ്യാർത്ഥികൾ കേൾക്കില്ല, ഫലം നല്ലതാകില്ല. അപ്പോൾ നിരാശ തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു നല്ല അധ്യാപകൻ പ്രതീക്ഷ കൈവിടില്ല. കാരണം ഒരു ദിവസം ഒരു വിദ്യാർത്ഥി തിരികെ വരും. അവൻ പറയും, ടീച്ചർ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ കരുതൽ എൻ്റെ ജീവിതം മാറ്റി. ആ ഒരു വാക്ക് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വില കൊടുക്കും. വിദ്യാർത്ഥികൾ ജീവിതത്തിൽ വിജയിച്ചു കാണുന്നതാണ് ഒരു അധ്യാപകൻ്റെ പ്രതീക്ഷ. ജീവിതം വീഴാതിരിക്കാനല്ല, വീണാൽ വീണ്ടും എഴുന്നേൽക്കാനാണ് പരിശ്രമിക്കേണ്ടത്. അവിടെ അതിന് പ്രതീക്ഷയാണ് വേണ്ടത്, ക്ഷമയാണ് വേണ്ടത്. നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇനി മതി, ഓർക്കൂ, ഇത് എൻ്റെ കഥയുടെ ഒരു ഭാഗം മാത്രം, അവസാനമല്ല. കുറച്ചുകൂടി പിടിച്ചു നിൽക്കൂ, നിങ്ങളുടെ ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. എത്ര ബുദ്ധിമുട്ട് വന്നാലും മുന്നോട്ട് പോകും. ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കും, പറയും,
ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്. നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല. ഏറ്റവും നല്ല അധ്യായം ഇനി വരാനുണ്ട്. പ്രതീക്ഷ, ഒപ്പം കഠിനാധ്വാനവും.